ഹലോ, ഗുഡ് മോർണിംഗ്. ആം ഐ ഓഡിബിൾ? കേൾക്കാൻ പറ്റുന്നില്ലേ? Good Yes, morning, ma'am. ma'am. മോർണിംഗ്. Morning, good ഓക്കെ. morning. സോ എല്ലാവരും രാവിലെ തന്നെ എണീറ്റു ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് റിഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ? സോ അറിയോ ഇന്നത്തെ ടോപ്പിക് എന്താണ്? വാട്ട് ആം ഐ ഗോയിങ് ടു ടോക്ക് അബൌട്ട്? ധാരണയുണ്ടോ ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്? യാത്രകൾ ഇഷ്ടമാണോ? എല്ലാവർക്കും യാത്ര ചെയ്യാൻ പോകാനൊക്കെ ഇഷ്ടമാണോ? വരെ യാത്ര പോകാത്തവരുണ്ടോ ഈ കൂട്ടത്തില്? ഇഷ്ടമാണ് മാം. ഇഷ്ടമാണ്. പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും വെച്ചാൽ യാത്ര വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാം, ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകാം അല്ലെ? അധികം പോകാറില്ല. അധികം പോകാൻ പക്ഷെ താല്പര്യമുണ്ട്, അതെ പോകാൻ ആഗ്രഹമുണ്ട്, അതെ പക്ഷെ പോകാൻ സാധിക്കാറില്ല. ആഗ്രഹം മാത്രം ബാക്കി അല്ലേ? ഇത് സംസാരിക്കുന്നത് എന്ന് പേര് പറയോ? അപ്പം ജിഷ. ജിഷ. ഓക്കെ. ജിഷ ജിഷ ഇതുവരെ പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. യാത്ര ഇപ്പം പലരും യാത്ര ചെയ്യുന്നത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ട് അല്ലെ? പണ്ടത്തെ കാലത്ത് പോലെയല്ല. ഇപ്പം പലരും പലയിടത്തേക്കും പല സ്ഥലങ്ങൾ ദേശത്തിലൊക്കെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടാവാറുണ്ടോ? അത് അവരെങ്ങനെയാ പോകുന്നത് അതെ അതെ എന്നൊക്കെ ചിന്ത വരാറുണ്ടോ? ആഗ്രഹം ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർക്ക് ഓരോ സാഹചര്യങ്ങൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതാണല്ലോ. അത് പേടിയുണ്ടോ യാത്ര ചെയ്യാൻ? ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ? ഇല്ല, പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല, പോവാൻ റെഡിയാണ്. സാഹചര്യം കിട്ടിയാൽ പോകാം അല്ലേ? അതെ അതെ കൂടെ കൂടെ കൂട്ടി പോകാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകാൻ ഇഷ്ടമാണ് അല്ലെ? അതെ. പക്ഷെ ചിലവർക്ക് പോകാൻ ധൈര്യം ഉണ്ടാവുന്നില്ല. ഉം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? നമ്മളിപ്പം മോർണിംഗ് ബാച്ച് ഇതിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാണ്. ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നേരിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എവരിവൺ ഈസ് ഓപ്പൺ ഹിയർ. ആരും വീഡിയോയിൽ വരുന്ന അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം കേട്ടോ. ഒരാള് വീഡിയോ ഓണാക്കിയുള്ള പരിപാടിയേ ഇല്ല അല്ലെ? പിന്നെ ഇങ്ങനെ യാത്ര പോവാം? കിടക്കായിരിക്കും മാം. അതുറപ്പല്ലേ, അതുറപ്പല്ലേ. കിടന്നുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരു രസം വേറെ തന്നെയാ അല്ലെ? അതെ ആരെയും അതെ പേടിക്കണ്ട. മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഉറങ്ങി പോയിട്ടുണ്ടാവും ചിലപ്പോ. അതിപ്പോ 5 മിനിറ്റ് ആയത് വലിയ സമാധാനാണ്. 10-15 മിനിറ്റ് ഒക്കെയാണ് മെഡിറ്റേഷൻ വെച്ചതെങ്കിൽ പിന്നെ ആരുടെയും ഒരു ശബ്ദവും പിന്നെ കേൾക്കില്ല. അതുകൊണ്ടാണ് സമ- അതുകൊണ്ടാണ് മെഡിറ്റേഷൻ 5 മിനിറ്റ് വെച്ചത്. സമാധിയിലാവും അല്ലെ? പിന്നെ പിന്നെ ഇവിടെ സെഷൻ എടുക്കുന്നുണ്ടാവും. ബാക്കി എല്ലാവരും നല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ നാട്ടിലുള്ളവരാണെങ്കിൽ സുഖസുഷുപ്തിയിൽ നല്ല മഴയുണ്ട്. ഇതൊക്കെ തണുപ്പും ആ ശബ്ദമൊക്കെ കേട്ട് നന്നായി ഉറങ്ങാം അല്ലെ? മാം എവിടെയാ? ദുബായിലാ? അയ്യോ അല്ല, ഞാൻ നാട്ടിൽ തന്നെയാണ്. ഞാൻ നാട്ടിൽ തന്നെ, അതുകൊണ്ടാണല്ലോ മഴയെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം ഇന്ന് യാത്രയെ കുറിച്ചിട്ട് ഇതൊരു സെഷൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയാ, 2018 വരെ ഞാൻ കണ്ണൂരാണ്. എന്റെ ദേശം കണ്ണൂരാണ്. പക്ഷെ 2018 എന്ന് പറയുന്ന ഇപ്പൊ അടുത്തൊരു വരെ കോഴിക്കോട് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ദൂരെയുള്ള സ്ഥലം. ഞാൻ പോലും ഞാൻ ഒറ്റക്കൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു ഒരു വ്യക്തിയല്ല. അത് നമ്മള് വീട്ടിൽ നിന്ന് പറയുന്ന പോലെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വരെ ഒറ്റക്ക് പോകാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ യാത്ര അതായത് യാത്ര ചെയ്യുക എന്നുള്ളൊരു ഭീകരമായിട്ടൊരു സംഭവമായിട്ടാണ് കരുതിയത്. അങ്ങനെയുള്ളവരാണോ? ഇവിടെ അങ്ങനെ ഉണ്ടോ? നമ്മളെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് അങ്ങനെ? വീട്ടിലിങ്ങനെ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒറ്റക്കൊന്നും പോകാൻ പാടില്ല. ചുറ്റുള്ള ആൾക്കാർ വളരെ മോശമാണ്, സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമാണ്, അതുകൊണ്ട് ഒറ്റക്കുള്ള യാത്രയൊന്നും പാടില്ല എന്നൊക്കെ പറയുന്ന വീട്ടിൽ നിന്നാണോ എല്ലാവരും? അതോ അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? അങ്ങനെ പറയുന്നവരാണോ കൂടെയുള്ളവരെ? അല്ല, യാത്ര ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. അങ്ങനെ വീട്ടിൽ എല്ലാ വീട്ടിൽ നിന്ന് സർക്കംസ്റ്റൻസസ് തടസ്സമൊന്നുമില്ല?
പ്രത്യേകിച്ച് ഞാൻ ഇല്ല പറയുന്നത് പ്രത്യേകിച്ച് സിറ്റുവേഷൻ പ്രശ്നം. സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, പുരുഷന്മാരും യാത്ര ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. കൂടെ ആൾക്കാരില്ലെങ്കിൽ പോകാൻ മടിക്കുന്നവരുണ്ട്, പേടിക്കുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറയാട്ടോ. രാവിലെ ഒന്ന് നല്ല ഈ മോർണിംഗ് ഈ ഒരു സെഷനൊക്കെ വെക്കുന്നത് തന്നെ എല്ലാവരും ഉണർന്ന് അത് അവരുടെ എന്താ പറയാ ഒരു ആ ദിവസത്തിന്റെ റെഡിനെസ്സിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു രാവിലത്തെ സെഷൻ വെക്കുന്നത് തന്നെ അല്ലേ? അല്ലെങ്കിൽ ഈ സമയത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഓക്കെ, വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമല്ലോ കിടന്നിരുന്നായാലും. കാരണം യാത്രകൾ പറയുന്നതിനേക്കാളും അത് പോയവർ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഹ്, ഒരു ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ ഉള്ളവര് പറയുമ്പോഴേ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എന്താ തോന്നുന്നത്? ഞാൻ വെറുതെ ഒരു ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടാവും. കാര്യമുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും പ്ലീസ്. ആരും മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക്. ശിവ മാം സഫീദ മാം പറയൂ. വലൈക്കും സലാം. സഫീദ മാം യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാം അല്ലേ? ഉറപ്പായിട്ടും. അതെ അതെ. അപ്പൊ പറയൂ എന്തെങ്കിലുമൊക്കെ നമുക്കിതൊന്ന് പോകാറുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ഇഷ്ടമാണ് ട്രെയിനിലൊക്കെ. അതെ അതെ പിന്നെ കേരളത്തിലും പിന്നെ തമിഴ്നാട് അങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയി അതെ വരാറുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴേ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും. അതെ. അത് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ ഇടയ്ക്ക് പ്രോഗ്രാംസ് വരും. യൂട്ടിലൈസ് ചെയ്യും അല്ലേ? അപ്പൊ നന്നായിട്ട് യൂട്ടിലൈസ് അത് പിന്നെ 3 ദിവസം പ്രോഗ്രാം ആണെങ്കിൽ നമ്മളത് 4-5 ദിവസമാക്കി മാറ്റും. ആക്കി മാറ്റും. 2 ദിവസം അവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കും. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ തന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കും, എന്താണ് ബോർ അടിക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട്, നമുക്ക് എവിടെയെങ്കിലും പോയി വന്നാലോ. അപ്പൊ ഞങ്ങൾ ഉടനെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും അടുത്ത പ്രോഗ്രാം എവിടെയാണ്. അപ്പം എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ആ യാത്ര ചെയ്യണമെന്ന് ഉള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സംഭവം? വാട്ട് യു ഫീൽ? യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് അതോ ചെയ്യണതിന്റെ മുമ്പോ? അതായത് യാത്ര എനിക്ക് പോകണം, ഒരു യാത്ര ചെയ്യണം, ഒരാഗ്രഹം, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് യാത്രയിലേക്ക് എത്തുമ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇനി ഒറ്റക്കാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടൊക്കെ അത് ഡിസൈഡ് ചെയ്യുമ്പോൾ ആൾക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ പേടിയാണോ? ഉറപ്പായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ പോവാ. ആ, നമ്മൾ ഡെയിലി കാണുന്ന അറ്റ്മോസ്ഫിയർ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട്, ഡെയിലി കാണുന്ന സ്ഥലങ്ങൾ, ഡെയിലി കാണുന്ന മനുഷ്യര്, ഡെയിലി കാണുന്ന ചുറ്റുപാട്, അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. മാറ്റി പിടിക്കാം. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മളിപ്പോ ഇന്നലെ ഫ്രണ്ട്സ് ഒക്കെ കൂടി തീരുമാനിച്ചു, ഓക്കെ നാളെ നമുക്ക് പോകാം. ഇന്ന് രാത്രി ഉറക്കം വരുമോ ഇല്ലയോ? ഒട്ടും വരൂല. അതെന്താ അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ അത്രയും പിന്നെ ഭയങ്കര ത്രിൽഡ് ആയിരിക്കും. അതെ ഉറക്കം വരില്ല, കംപ്ലീറ്റ് നമ്മള് ഉണർന്നിരിക്കും അല്ലെ? നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഉറപ്പായിട്ടും. അല്ലേ? ഫുൾ അതുവരെ തലേന്ന് വരെ ചിലപ്പം കാലുവേദന, കൈവേദന, തലവേദന, നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ അല്ലടാ എനിക്ക് ഭയങ്കര കാലുവേദനയാണ്, എനിക്ക് വരാനുള്ള കാര്യം. ആ വ്യക്തിക്ക് അന്ന് കാലുവേദന വിട്ട് ഒരു വേദനയും ഉണ്ടാവില്ല. ഒന്നുകൂടെ ഇന്നലെ വരെ ഉണ്ടായ നടുവേദനയും കാലുവേദനയൊക്കെ എവിടെ പോയിന്നാ പറഞ്ഞ് ആൾക്ക് അതാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അങ്ങനെയാണ് അല്ലെ? അങ്ങനെയാണെന്ന് ഉറപ്പല്ലേ? പലർക്കും ഉറപ്പായിട്ടും. അങ്ങനെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് യെസ് ആവുന്നുണ്ട് യെസ് അല്ലേ? എക്സാക്ട്ലി. ഞാൻ പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യായിരുന്നു. എവിടെയും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി പോയിക്കോളും, വീട്ടിലിരുന്ന എപ്പോഴും അസുഖം നമുക്കും ആ മറ്റുള്ളവർക്കും. പക്ഷെ സത്യം അതാണെന്നുള്ളത് നമുക്ക് അതാണ്. മനസ്സിലായത്. ആ ശരിക്കും ഒരു അത് ഡോപ്പമീൻ റിലീസ് ആണ് കൂടെയാണ്. അവിടെ നടക്കുന്നത്. അതെ ഒരു സോ മെഡിറ്റേഷൻ കൂടെയാണ്. കാരണം അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴേ. എല്ലാവരും വർക്കിംഗ് ആണെങ്കിലും പിന്നെ ഒരു വീട്ടമ്മമാരും കൂടിയാണല്ലോ. അപ്പോ പിന്നെ ഭർത്താവ്, മക്കള്, കുട്ടികള്, വീട്ടിലെ കാര്യങ്ങൾ ഇതിലിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോവുമായിരിക്കും മിക്കവാറും. ഇപ്പൊ ഒരു വർക്കിംഗ് ആണെങ്കിൽ പറയാനുമില്ല, അവരുടെ കാര്യം എടുക്കാണ്ടാവില്ല. അപ്പൊ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതെ അവർ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ എല്ലാവരും കൂടെ കറങ്ങാനൊക്കെ പോയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കുറച്ചേരം റൂമിൽ ഇരിക്കുകയല്ലോ. വൈകുന്നേരമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇരിക്കും. അപ്പോഴാണ് ഇതെല്ലാവരും ഇങ്ങനെ മനസ്സ് തുറക്കുക. അത് യാത്ര കഴിയുമ്പോ പിന്നെ 2 ദിവസം യാത്ര കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ലാസ്റ്റ് പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാ പോവാ.
കാരണം ഭയങ്കര ഉള്ളിലുള്ള കുറേ വേദനകൾ, കുറേ കാര്യങ്ങൾ അങ്ങനെ ഇറക്കി വെച്ചൊരു ആശ്വാസത്തിലാ പിന്നെ തിരിച്ചു പോവാ. അപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യും. എക്സാക്ട്ലി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി ആർ ഗെറ്റിംഗ്? അൾട്ടിമേറ്റ്ലി ഒരു യാത്ര പോയി, അത് ചിലപ്പോൾ അടുത്തുള്ളൊരു ബീച്ചിലായിക്കോട്ടെ. ഒരു ബീച്ചിൽ നമ്മൾ തൊട്ട് സ്ഥലത്തുള്ള ഒരു ബീച്ച്, അല്ലെങ്കിൽ കുന്നും പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു കുന്ന്, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മാനസികമായിട്ടുള്ള എന്താണ് അവിടെ? സന്തോഷം. അതെ. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കണം. വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലുള്ള എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷെ ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ മൈൻഡ് ക്ലിയർ ആവും. മൊത്തത്തിലൊരു വേറെ തന്നെ ഒരു സംഭവമായിരിക്കും അല്ലെ. ഇപ്പം വെക്കേഷൻ എല്ലാവരും, മിക്കവാറും ആൾക്കാർ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് യാത്ര പോകും. അത് നിർബന്ധമായിട്ടും, അതായത് അതൊരു ചര്യ പോലെ എല്ലാ വർഷവും വെക്കേഷൻ സമയത്ത് പോകണം. അതൊരു റിജുവിനേഷൻ ആണ്. നമ്മള് ബോഡിന്റെ റിജുവിനേഷൻ ആണോ അതോ ബോഡിന്റെ റിജുവിനേഷൻ ആണോ അത്? വാട്ട് ഡു യു തിങ്ക്? മൈൻഡ് ആൻഡ് ബോഡി. മൈൻഡ് ബോഡി. ബോഡിക്ക് റിജുവിനേഷൻ ആവണമെന്നില്ല. അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഇറ്റ്സ് പ്യോർലി മൈൻഡ് ഓക്കെ മൈൻഡ്. ആവുമ്പോ തന്നെ മൈൻഡ് ബോഡിയും ഓക്കെ ആയി വരും കുറെയൊക്കെ. അത് നമ്മൾ ഓക്കെ ആയി വരും. പക്ഷെ എങ്ങനെയാണ് അത് ഓക്കെ ആയി വരുന്നത്? നമ്മൾ ഒരു പക്ഷെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഹൈക്കിംഗ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് നടന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു തൊട്ടടുത്തടുത്തൊക്കെ നടന്നു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ ടയേർഡോ അല്ലേ? പൊതുവെ നമ്മളെ ബോഡി വീക്കാവുക ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്ത് അതിനേക്കാളും 10 ഇരട്ടി എന്താ പറയുക അധ്വാനമുള്ള കാര്യമായിരിക്കും ചിലപ്പം ഹൈക്കിംഗ്, അല്ലെങ്കിൽ എന്തോ ഒരുപാട് നടക്കാനുണ്ടാവും അല്ലെ. യാത്രക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് അല്ലെങ്കിൽ നമ്മള് ബസ്സിൽ നമ്മൾ യാത്ര ചിലപ്പം സ്വന്തം വാഹനത്തിലാവണമെന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ സാധാരണ നമ്മൾ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ ആകെ ടയേർഡായി. പക്ഷെ യാത്രയിൽ നമുക്കത് തോന്നാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും ഓടിയിട്ടൊക്കെ നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കയറി ഒരുപാട് നേരം കുലുങ്ങിയിട്ടൊക്കെ പോയാലും അതൊന്നും നമ്മുടെ ശരീരത്തിന് ഏശാറില്ല. അതൊക്കെ എന്തിന്റെ കളിയാ? നമ്മുടെ മനസ്സിന്റെ കളിയാണ്. കാരണം ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഒരുപാട് ഉൽപ്പാദിക്കുന്ന സമയമാണ് അല്ലെ. ഒരുതരം അഡ്രിനാലിൻ റഷാണ് അവിടെ നടക്കുന്നത്. ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇതിൽ പോകുന്നവര്, ട്രിപ്സ് പോകുന്നവര് അല്ലെ, ചിലവർ വളരെ കാമായിട്ട് കൂളായിട്ട് ദൂരെയൊക്കെ യാത്ര ചെയ്യും. അവിടെ ഒരു അഡ്രിനാലിൻ റഷ് ഒന്നുമില്ല, പക്ഷെ ഡോപ്പമിൻ എന്തായാലും റിലീസ് ഉണ്ട്. അവിടെ മെന്റൽ റിലാക്സേഷൻ, സ്ട്രെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ വളരെ റിലാക്സ്ഡ് മൂടും. പക്ഷെ ചിലവരെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്സ് ആയിരിക്കും അല്ലെ. എന്താ പറയാ, സ്കൈ ഡൈവിങ്, മറ്റേ ബഞ്ചി ജമ്പിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. പിന്നെ അതുപോലെ നമ്മൾ ഈ റൈഡ്സ്, ഈ വീഗാലാൻഡ് പോലത്തെ അടുത്തൊക്കെ പോയിട്ട് റൈഡ്സിലൊക്കെ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയണമെന്നില്ല അല്ലെ. ഉയരം പേടിയുള്ളവരുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾക്ക് എല്ലാം അതൊരു ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ. എന്നെ കൊണ്ടാവുമോ എന്ന് പലപ്പോഴും എനിക്ക് എല്ലാവരും പോകുന്നവരിൽ പലവർക്കും ഉള്ളൊരു ചിന്തയുണ്ട്. അവരൊക്കെ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നു. അത് എന്നെ കൊണ്ടാവുമോ? എന്നെ കൊണ്ടാവുന്ന പറ്റില്ല. അതൊക്കെ അവർക്കൊക്കെ അതിനുള്ളൊരു പ്രത്യേക കഴിവാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറില്ലേ? അതെ അതെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ അത്യാവശ്യം എന്റെ ഒറ്റക്ക് വിടാറില്ല. പണ്ടേ എന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന പരിപാടിയില്ല. അതൊക്കെ എത്ര അടുത്തുള്ള കുറച്ചൊരു ഇവിടെ നിന്ന് ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ണൂരാണ്, ഞാൻ പറഞ്ഞത് കോഴിക്കോട് നിന്നും ഒറ്റക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് പോയ സമയത്ത് എന്റെ മദറിന്റെ സിസ്റ്റർ, എന്റെ മൂത്തമ്മ, അവർ കുറച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് ദൂരമാണ് താമസം. എവിടെയൊക്കെ ഞാനും എൻ്റെ ഉമ്മയൊക്കെ ബസ്സിനൊക്കെ ഒറ്റക്ക് നല്ല പാരൻസ് കൂടെ പോകും. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർക്ക് അത്രയും ദൂരമൊക്കെ നിങ്ങൾ പോകുമോ എന്നാണ് അവർ ചോദിക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു ദൂരാണോ? ഞങ്ങളെപ്പം പോകുന്നതാണ്, ഞങ്ങൾക്ക് അതൊരു ദൂരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പൊ അവരത് ചോദിക്കുമ്പോൾ ഞാൻ വലിയ കാര്യം പോലെ അതൊന്നും ഒരു ദൂരമല്ലല്ലോ എന്ന് പറയും.
അതേപോലെയാണ്, അതേ ചിന്താരീതി തന്നെയാണ് ഇപ്പൊ ഒറ്റക്ക് ആൾക്കാര് ഇന്റർനാഷണൽ ട്രിപ്സ് പോകുന്നു. ഒറ്റക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ഒറ്റക്ക്. അപ്പം ഇതേ കാര്യം പറഞ്ഞ ഞാൻ തന്നെ ഇത്രയും ദൂരൊക്കെ ഒറ്റക്ക് പോവോ? അതായത് എന്റെ ഭർത്താവിന്റെ ആൾക്കാര് പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഞാനും പറയുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താ തോന്നുന്നത്? ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്വയം തോന്നുന്നുണ്ടോ അങ്ങനെ? അത് ശരിയാണ് മാം. നമ്മള് ചെറിയ ദൂരം പോകുമ്പോ നമുക്ക് വിചാരിക്കും പിന്നെ ഇപ്പൊ ഞാന് വർക്ക് ചെയ്ത് ആദ്യം കോഴിക്കോടാ വർക്ക് ചെയ്തത്. ഞാൻ മലപ്പുറം ഇങ്ങേ അറ്റത്ത് നിലമ്പൂരിലാണ് കിടക്കുന്നത്. അപ്പോ ആദ്യം ഇവിടെ കാളികാവ് മഞ്ചേരിക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hour ഉണ്ട് ട്രാവൽ ചെയ്യാൻ. അത് തന്നെ നമുക്ക് നല്ല ലോങ് ആണ്. എപ്പോഴെങ്കിലും മഞ്ചേരി. പിന്നെ എനിക്ക് ജോലി കിട്ടുന്നത് കോഴിക്കോടാണ്. പിന്നെ പ്രോപ്പർ കോഴിക്കോട് തന്നെ. കോഴിക്കോട് സൗത്തിലാണ് കിട്ടുന്നത്. അപ്പം ഇവിടുന്ന് 3 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. ആദ്യമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങി പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തുള്ളൂ. അത്രയും ട്രാവൽ ചെയ്യാനുണ്ട്. പക്ഷെ അത് ശീലമായപ്പോ പിന്നെ കോഴിക്കോട് എനിക്കെന്താ പറയാ എന്റെ വീട്ടിന്റെ മുറ്റം പോലെയായി. എക്സാക്ട്ലി. ഇതൊക്കെയായിരുന്നു എന്റെ അനുഭവം. സെയിം. travel എന്റെ ചെയ്യുമ്പോ അനുഭവം സെയിം ആണ്. അതൊരു എന്താണ്? ദൂരമല്ല. എന്താണ്? അതൊരു ദൂരമല്ലാന്നേ അല്ല, നമുക്ക് പിന്നെ വേറെ ആരോ മനസ്സിലാവുന്നറിയും. എന്തോ പറഞ്ഞു. ആ എന്താണ് പറഞ്ഞത്? പറയൂ, കേട്ടില്ല. ഹലോ? ആ, ഓക്കെ. അപ്പൊ ഞാനും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ, അതായത് നമ്മള് അങ്ങനെ പേടിച്ചിരുന്ന ഒരു ഒരു ഇതിൽ നിന്ന് നമ്മൾ ദൂരത്തേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം അത്ര ദൂരം അല്ലെങ്കിൽ ആ ഒരു കോഴിക്കോട് ഇപ്പൊ ഷഫിദ മാം പറഞ്ഞാല് ആ 3 മണിക്കൂറിന്റെ യാത്രയിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ നമ്മൾക്ക് എന്താണ് ഞങ്ങളെ കുറിച്ച് എന്താ നമുക്ക് എന്താണ് തോന്നിയത്? ഷഫിദ മാമിന് സ്വയം എന്താണ് തോന്നിയത് ആ ഒരു യാത്ര? നമുക്ക് കോൺഫിഡൻസ് ഉറപ്പായിട്ടും. കോൺഫിഡൻസ്. ആ ഞങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ ഒരു വിഷയം. നമ്മളെ അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അതെ. വി സ്റ്റാർട്ടഡ് റിയലൈസിങ് വാട്ട് വി ആർ. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന്. അത് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവര് പറയാറുണ്ട് എന്ത്, അയ്യോ അങ്ങനെ ദൂരമൊന്നും പോകാൻ പാടില്ല, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയുന്ന പൊതുവേ ഉള്ളൊരു ഡയലോഗാണ് അല്ലെ. അപ്പൊ ഞാൻ എന്റെ പെൺമക്കളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു എന്ന് വെച്ചാല് എന്റെ പാരന്റ്സ് എങ്ങനെയാണോ എന്റെ അടുത്ത് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ മക്കളുടെ അടുത്തും പറയാം, സ്വാഭാവികമായിട്ടും. അൺലെസ് ആൻഡ് അൺടിൽ ഐ ട്രാവൽ അലോൺ. ശരിയല്ലേ? അതെ. അപ്പൊ എന്റെ മക്കള് മുതിർന്നു. അപ്പൊ ഞാന് അവരടുത്ത് അവർക്ക് ഒറ്റയ്ക്ക് യാത്രയുണ്ട്, അതായത് അവർ പഠിക്കാൻ വേണ്ടി പുറമേക്കൊക്കെ ദൂരത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, അവരെങ്ങനെ ഒറ്റയ്ക്ക് പോവാ? ഇപ്പൊ നമുക്ക് അവരെ അക്കമ്പനി ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യമായിട്ട് എന്റെ മകള് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഹോസ്റ്റലൊക്കെ നിർത്തി. അപ്പം ഞാന് ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു അന്നേരം മക്കളുടെ അടുത്ത്. അപ്പൊ മൂത്ത മോളാണ് ആദ്യമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചത്, അമ്മ എന്റെ ഫ്രണ്ട്സൊക്കെ അവർ ഇന്റർനാഷണൽ ടൂർ വരെ ഒറ്റയ്ക്കാ പോകും. അപ്പൊ എനിക്കിതൊന്നും, ഞാൻ അന്നേരം ഞങ്ങൾക്ക് എന്ത് പാരന്റ്സ് ആയിട്ട് ഒറ്റയ്ക്ക് വിടിയേ. നമ്മളുടെ സാഹചര്യത്തിനൊത്തിട്ട് മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ, ആ ഒരു റിലേറ്റ് ചെയ്യുള്ളൂ അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞു 2018 ഞാന് കാലിക്കറ്റിലൊക്കെ പോകണമെങ്കിൽ ഒരാളെ കൂടെ വരാൻ ആളെയും തേടി നടക്കല ഞാൻ. വീട്ടിൽ നിന്ന് എല്ലാവരും കന്ന് വരുമോ, എനിക്കിങ്ങനെ പോകാനുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ചിന്തിക്കുമ്പോ ചിരി വരും. കാരണം ഇപ്പം പറഞ്ഞ പോലെ ഒരു 2-3 വർഷമായിട്ട് കോഴിക്കോടൊക്കെ പോകുന്നത് ഒരു തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു ഓട്ടോ പിടിച്ച് പോകുന്ന പോലെ ഒരു തോന്നല്. ഒരു മാറ്റാണ് ഞങ്ങളിൽ തിരിച്ചറിയുന്നു. അതുപോലെ ഈ ഒരു പേടിയോടെ, അതായത് 2021 ഞാൻ ആദ്യമായിട്ടൊക്കെ 21-22 ആയ സമയത്താണ് ഒറ്റക്ക് പോകാൻ കഴിയും. അതായത് അത് ഞാൻ ആരുടെ പഠിച്ച എന്റെ 2 മക്കളിൽ നിന്ന്. എന്റെ 2 മക്കള് ഒറ്റക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അവര് പറഞ്ഞു കേൾക്കുമ്പോൾ അവര് വളരെ നോർമലായിട്ട് പോയി വരുന്നു. പിന്നെ എന്തുകൊണ്ട് അവര് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അതും ആദ്യമൊക്കെ പേടിയായിരുന്നു, കഴിയോ നോക്കിയിട്ട്. പക്ഷെ പിന്നെ ഇപ്പൊ എല്ലാവരും എന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോകാൻ. 2-3 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു മാറ്റാണ്. ഇപ്പൊ ഞാന്
ഒറ്റക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് വരെ നടത്താൻ തുടങ്ങി. ഇൻസൈഡ് ഇന്ത്യയും ഒറ്റക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഒറ്റക്ക് ദുബായിലൊക്കെ പോയി വന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാലോ. കാരണം പലർക്കുമുള്ള ഒരു ഇപ്പൊ ഞാനൊക്കെ ശരിക്കും എനിക്കറിയാം, ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊന്നൊന്നുമല്ല. എക്സ്പീരിയൻസ് ദ വേൾഡ്, അല്ല, എക്സ്പീരിയൻസ് ദ വേൾഡ്. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത്രയും അതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. യാത്ര പോകുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലേ? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറഞ്ഞ പോലെ മെന്റൽ ബെനിഫിറ്റ് തന്നെയാണ്. നമ്മൾ മെന്റലി കംപ്ലീറ്റ് റിലാക്സ്ഡ് ആവും. നമ്മുടെ ബോഡി ഹീൽ ചെയ്യും എന്നുള്ളതാണ്. ആരോ പറഞ്ഞു, ഷെഫീദ മാം ആരോ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു. ആരോ പറഞ്ഞു ഇറ്റ്സ് എ മെഡിറ്റേഷൻ. ഷെഫീദ മാമിനെ ഞാൻ തോന്നുന്നു ഇറ്റ്സ് എ മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാ? മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനല്ലേ? മൈൻഡിന്റെ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലേ? ഇപ്പൊ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് പോകും, ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്, അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഒരുപാട് അഡ്ജസ്റ്റ്. നമ്മൾ സാധാരണ ഒരു നോർമൽ ലൈഫിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു സമയമാണ് അത്. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പലരുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾ നോക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ. യാത്രയിൽ ഉണ്ടാകുന്ന ചിലവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? പിന്നെ ചിലപ്പം ഭയങ്കര ദുർഘടമായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടന്നേക്കാം, അല്ലേ? അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നമ്മൾ യാത്രക്ക് ഇറങ്ങുന്നത്. എന്താ ഉറപ്പല്ലേ? ഈസി ആണോ യാത്ര എന്ന് പറയുമ്പോൾ? നമ്മളിപ്പോ ഒരു ദൂരത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ എന്തും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? എന്തും സംഭവിക്കാം. കാരണം വി ആർ കമ്മിങ് ഔട്ട് ഓഫ് ആ കംഫർട്ട് സോൺ. വി ആർ ടേക്കിംഗ് എ റിസ്ക്. പക്ഷെ ആ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ആ റിസ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടുള്ള റിസ്ക് ആണത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാണ്. കാരണം ഇത് കോൺഫിഡൻസ് കിട്ടാനൊക്കെ. കോൺഫിഡൻസ് കിട്ടാൻ നമുക്ക് എന്താ പറയേണ്ടത്? യാത്ര തന്നെ വേണമെന്നില്ലല്ലോ, വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമല്ലോ. ജസ്റ്റ് വൺ ഓഫ് എ തിങ്, അല്ലേ? ജസ്റ്റ് വൺ ഓഫ് എ തിങ്. ഓക്കെ, മെന്റൽ റിലാക്സേഷൻ. അത് ഓൾറെഡി പറഞ്ഞു. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മെന്റലി ഒരു റിലാക്സേഷൻ കിട്ടും. നമ്മളെ അറിയാനും. To know ourselves. Best way to know that we are capable of something. നമുക്ക് അതിനുള്ള കഴിവുണ്ട്. നമുക്ക് പല കഴിവുകൾ നമ്മൾ അന്നേരമാണ് തിരിച്ചറിയാൻ. ചിലപ്പം എന്തെങ്കിലും സംഭവം നടന്നിട്ട്, എന്തെങ്കിലും സംതിങ് ബാഡ്, എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ് നടന്നു നമ്മൾ പോകുന്ന വഴി, നമ്മൾ അവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ചിലവരവിടെ ചിലപ്പോൾ ഫ്രീസായി പോകും. അല്ലെങ്കിൽ ചിലവർ അവരെന്ത് ചെയ്യും? അവർ ഫ്രീസ് ആവാതെ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് അവരവിടെ ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും ഹെൽപ്പ് ഇങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനായിട്ട് നമ്മൾ ആ തരണം ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സംഭവിച്ചതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയാണോ? അവിടെ നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അതുവരെ നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മളെ തന്നെ തിരിച്ചറിയാണ്. ഇതൊക്കെ എനിക്ക് കഴിയുമല്ലേ? അത് അന്നേരം ആയിരിക്കില്ല, പിന്നീട് അത് സംഭവമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ആ റിയലൈസേഷൻ സ്റ്റക്ക് ആവാം. എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂലേ? കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ നിന്നാണ് നമ്മളുടെ ഈ പറയുന്ന കോൺഫിഡൻസും, അല്ലേ, അതൊക്കെ വരിക. ആ സമയത്തായിരിക്കില്ല, പിന്നീട് നമ്മളത് തിരിച്ചറിയും. എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഞാൻ എങ്ങനെയാണ് എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് നമ്മൾ ചിന്ത പോകുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ
സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഒരു ധാരണയുണ്ട്. നമ്മുടെ വീട് സേഫ് ആണ് അല്ലെ? നമുക്ക് അറിയാം ദ സേഫസ്റ്റ് പ്ലേസ് ഈസ് അവർ ഹോം അല്ലെ? ഉറപ്പല്ലേ? ഒരുവിധം എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ചിലവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ യൂഷ്വലി ഹോം ഇസ് എ സേഫസ്റ്റ് പ്ലേസ്. ഉറപ്പല്ലേ? വീടിന്റെ പുറത്ത് സേഫ് ആണെന്ന് വിചാരിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? വീട്ടാണ് ഏറ്റവും സേഫ്. വീടാണ് സേഫ് അല്ലെ? ഏറ്റവും നമുക്ക് ഉറപ്പാണ് നമ്മുടെ വീട് സേഫ് ആണ്. എല്ലാവർക്കും അങ്ങനെ ആവട്ടെ അല്ലെ? അപ്പം പലതും കേൾക്കുമ്പോൾ നമുക്ക് അത് 100% പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അല്ലെ? പലതും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെ? വീട് സേഫ് ആണോ എന്നൊരു തോന്നൽ വരുന്നത്. അത് ദാറ്റ് ഇസ് പക്ഷെ എന്നാലും ഒരു യൂഷ്വലി നമുക്ക് ഒക്കെ ചിന്തയുള്ളത് ദിസ് ഇസ് ദ സേഫസ്റ്റ് ഹോം ഇസ് എ സേഫസ്റ്റ് പ്ലേസ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണും എല്ലാവരും ഒരു പേടിയുള്ള, അതായത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ മോശമാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ്, കാരണം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും ചെറുതിലെ പറ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും സംസാരിക്കുന്നത്, അവരടുത്ത് മിണ്ടരുത്, അവര് അല്ലെ അവരൊന്നും നല്ലവരല്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതിലെ അങ്ങനെയാണല്ലോ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കും അല്ലെ? നമ്മളെ മക്കളുടെ അടുത്ത് അങ്ങനെയല്ലേ പറയാം? എത്ര യാത്ര ചെയ്തവരാണെങ്കിൽ നമ്മളും മക്കളുടെ അടുത്ത് അങ്ങനെയാ പറയാം അല്ലെ? അവർക്ക് അവർക്കൊന്നും മിണ്ടാൻ പോരുത്, അവരെന്തെങ്കിലും ചോദിച്ചാൽ മൊബൈൽ കൊടുക്കരുത്, പലതും പറയും. പക്ഷേ നമ്മളൊരു യാത്രക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇത് വല്ലതും നടക്കുമോ? സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒരാവശ്യം വന്നാൽ നമ്മള് പരിചയക്കാരെയും തപ്പി നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. വിൽ ബി ഫോഴ്സ് ടു. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ മറ്റുള്ളവരെ കണ്ടില്ല നമ്മളും സ്ട്രേഞ്ചേഴ്സ് അല്ലേ? ആണോ? അല്ലയോ? അതെ അതെ. വേറൊരാള് ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. അതുപോലെ അവര് ഞങ്ങളിലേക്ക് നോക്കുമ്പോഴും നമ്മളും അവർക്ക് സ്ട്രേഞ്ചേഴ്സ് ആണ്. നമ്മൾ നല്ലതാണോ മോശമാണോ? നമ്മളടുത്ത് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരുടെ അടുത്ത് മോശമായിട്ടാണോ പെരുമാറുക? മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതെ. അല്ലേ? നമ്മളെ അതേ പറഞ്ഞല്ലോ, നമ്മളെ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ആരോടെങ്കിലും മോശമായിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ, ആരെങ്കിലും സഹായം ചോദിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ ഒരു സഹായം ചോദിച്ചു വന്നു, നമ്മൾ വളരെ റൂഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം എന്തെങ്കിലും നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ല, വേറെ ആരെങ്കിലും ചോദിച്ചു എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അതും നമ്മൾ അതായത് നമ്മൾ പോസിറ്റീവ്സ് മാത്രം തിരിച്ചറിയുന്ന കാര്യമല്ല, നെഗറ്റീവ്സ് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ കാണുന്നു, ഓ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരതിനൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ പലരും നമ്മൾ ആക്സിഡന്റ് സൈറ്റ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരുണ്ടാവും, വീഡിയോ എടുക്കുന്നവരുണ്ടാവും, ചിലവര് ഓടിപ്പോയി അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ? എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്, പക്ഷെ അവിടെ പലതും ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരുണ്ട്. നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് ഒരു ബോധവാന്മാരാവുക അല്ലെ? നമുക്ക് അവരെ പോലെ ആവാം. വി ഹാവ് ടു ടേക്ക് തിങ്സ് പോസിറ്റീവ് അല്ലെ? എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് കാണാനും നമ്മളിലുള്ള നെഗറ്റീവ്സിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം ചെയ്യാനും കഴിയണം. അതേപോലെ നമ്മൾ മറ്റുള്ളവരെ അതായത് ലോകത്തിലുള്ള എല്ലാവരും മോശമല്ല, നന്മയുള്ള ലോകം തന്നെയാണ് നമ്മുടെ ലോകം എന്ന് തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു സന്ദർഭമാണ് ട്രാവൽ. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ആ ഒരു തോട്ടിൽ നിന്നാണ്, അതായത് ഈവൻ വീട് മാത്രമല്ല, വീട്ടിന് പുറത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങിയാലും സേഫാണ് പലപ്പോഴും. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മളെപ്പോലെ തന്നെയാണ് പലരും, എല്ലാവരും. പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ 5 സെൻസ് ഓർഗൻസും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ട്രാവൽ എന്ന് പറയുന്നത് അല്ലേ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? ഏറ്റവും കൂടുതൽ നമ്മൾ വിജിലന്റ് ആയിരിക്കുന്ന ഒരു സമയമാണ്. മൊത്തം കറക്റ്റ് ആയിരിക്കും നമ്മുടെ. ചിലവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരിക്കും,
യാത്ര ഒരു കാറിലോ ഒരു ബസ്സിലോ ട്രെയിനിലോ കയറി കഴിഞ്ഞാൽ ഉറങ്ങാറുണ്ടോ? എത്ര പേര് വല്ല ഉറങ്ങാറുണ്ട്? വല്ലപ്പോൾ അത്രയ്ക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം ഉറങ്ങുള്ളൂ, അല്ലെ ഉണ്ടെങ്കിൽ ഉറങ്ങൂല, അല്ലെ രാത്രി പോലും ഉറങ്ങൂല ഞാൻ. ചിലവർക്ക് ഉറക്കം കിട്ടാറില്ല. ഞാനൊക്കെ അല്ല ശരിക്കും ഭയങ്കര കാറില് വിജിലന്റ്. കാറിലോ ബസ്സിലോ ട്രെയിനിലോ കയറി ഇരുന്ന് കഴിഞ്ഞാല് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാല് ആള് വിളിച്ചുണർത്തണം എന്നെ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ യാത്രയൊന്നും, കാരണം ചെറുതിലേ ഞാൻ അങ്ങനെയായിരുന്നു. എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, അങ്ങനത്തെ ഒരു ഉറക്കം കിട്ടിയായിരുന്നു. പക്ഷെ വൺസ് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ട്രാവലിങ്ങിന്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടാൻ തുടങ്ങിയ ശേഷം ഉറങ്ങാറില്ല. ആസ്വദിക്കാറുണ്ട് ഇപ്പം. അതായത് ബസ്സിലൊക്കെ കയറിയിരുന്നാലും ഉറങ്ങാതെ നിൽക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ആളാണ്. വേറെ ഇപ്പോഴും ഉറക്കം എനിക്ക് നന്നായിട്ട്. പക്ഷെ യാത്രയിൽ ഉറക്കം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഒത്തിട്ടുള്ള വൈബിലുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരാറില്ല. നേരെ മറിച്ച് കൂടെയുള്ള ആൾ ഭയങ്കര ബോറടി ആണെങ്കിൽ സ്വാഭാവികം നമ്മൾ ഉറങ്ങിപ്പോകും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. പിന്നെ ഈ ഉണർന്നിരിക്കുന്നത്, ഈ സെൻസ് ഓർഗൻസ് ഒക്കെ അത്രയും ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, ആൾക്കാര് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും, അല്ലേ? ശ്രദ്ധിക്കില്ല നമ്മള്. ആ ശ്രദ്ധിക്കുന്ന സമയത്താണ് നമുക്ക് ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങും. പല ക്യാരക്ടേഴ്സിലുള്ള വ്യക്തികൾ നമ്മളെ ചുറ്റും അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട്. പിന്നെ കാരണം ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ്, അല്ലേ? നമ്മളൊരു യാത്ര പോകണം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ചിട്ട് മാത്രം നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഊട്ടി പോകണം, നമ്മൾ ഊട്ടിയിലേക്ക് പോകണം. അപ്പോൾ ഊട്ടി എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ ഭയങ്കരം, അല്ലെ? ചിലർക്ക് ഊട്ടിയിലേക്ക് പോകാന്ന് പറയുന്നത് അവരുടെ സ്വപ്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ളവരും ആയിരിക്കും. അവിടത്തേക്ക് അപ്പം ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഊട്ടി ആ ഒരു ഭംഗിയുള്ള, പക്ഷെ അവിടം വരെ എത്തുന്ന ആ ഒരു ജേണി എന്ന് പറയുന്നത്, ആ ജേണിയാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ എ ട്രാവലർ ഷുഡ് ബി. ദ ജേണി, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര മനസ്സിലായി? ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ചിലവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടി എത്തി എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് ഊട്ടി എത്തുന്നവരെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് ഉറക്കമായിരിക്കും, ഒരു രക്ഷയില്ല. ഊട്ടിയുടെ ആ ഒരു ഭംഗി മാത്രം കാണാനായിട്ട് പോകുന്നത്. പക്ഷെ യാത്രയുടെ ശരിയായ ആ ഒരു അന്തസത്ത കിട്ടണമെങ്കിൽ you have to you should be able to enjoy the journey to that destination. That is what brings out the real experience of traveling. അത് ചെയ്യാൻ കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് യാത്രകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. ദാറ്റ് ഈസ് വെൻ യു ബിക്കം എ വാണ്ടർലിസ്റ്റ്. വാണ്ടർലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വാണ്ടർലിസ്റ്റ്? എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര് വാണ്ടർലിസ്റ്റ്, ദ മാജിക് ഓഫ് ട്രാവലിംഗ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഭയങ്കര എനിക്ക് ഇപ്പൊ നേരത്തെ ഷെഫീദമ്മ പറഞ്ഞല്ലോ, ഒരു യാത്ര കഴിഞ്ഞ് വളരെ അടുത്തേക്കുള്ളൊരു യാത്ര ആയിരിക്കാം, ദൂരമൊന്നുമല്ല, ഭയങ്കരമായിട്ടുള്ളൊരു അത്ര അടിപൊളിയുള്ള ഒരു സ്ഥലം ഒന്നും ആയിരിക്കണം. പക്ഷെ ആ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ളൊരു പ്ലാനിങ് നമുക്കതാ എത്രയും പെട്ടെന്ന് അടുത്തൊരു ലീവ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാണ്ടർലിസ്റ്റ്. അവിടെ ചിലപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നുണ്ടാവില്ല, നമുക്ക് ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ടായിരിക്കില്ല നമ്മൾ ചിന്ത. ആ ഒരു ജേണി, ഒന്നിച്ചുള്ളൊരു യാത്ര, ആ ഒരു ഇതാണ് നമ്മളെ വാണ്ടർലിസ്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ എല്ലാവരും ഒരു വാണ്ടർലിസ്റ്റ് ആവാൻ കഴിയട്ടെ. ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ, ലോകത്തെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ യാത്രക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം, ചിലവർ വലിയ തുകയായിരിക്കും, ചിലപ്പം ഒന്നും വേണ്ട, ചിലപ്പോൾ ഒരു 500 രൂപക്കുള്ളിൽ നമുക്ക് അടിച്ചു പൊളിച്ചു വരാം. ഇറ്റ്സ് നെവർ ലോസ്റ്റ്. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഗെയിൻ ആണ്. നമ്മൾ പറയുന്നില്ല, നമ്മൾ ഇൻവെസ്റ്റ്
നമുക്ക് എന്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ചെലവാക്കുന്ന കാശ് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ട്രാവലിംഗിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഒരിക്കലും ഒരു നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. അതുകൊണ്ടാണ് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്നത് അല്ലെ. പൈസന്റെ ഒരു ഫിനാൻസ് അതിന്റെ ആ ഒരു ചെലവ് ആലോചിച്ചിട്ട് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. ബട്ട് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ്സ് എ സംതിങ് ദാറ്റ് വി ഗെയിൻ, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇൻ എ ലൈഫ്. അപ്പം എല്ലാവർക്കും നല്ലൊരു യാത്ര ചെയ്യാൻ കഴിയട്ടെ. യാത്രയുടെ ആ ഒരു ജേർണി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനും എന്നിട്ട് അതിലൂടെ ഒരു വാണ്ടർലസ്റ്റ് ആവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ. സെഷൻ അവസാനിക്കാം. ഓക്കെ, ആർക്കും എനിക്കും യാത്രയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം, അൺമ്യൂട്ട് ചെയ്യാം. വീഡിയോയിൽ വന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സത്യം. ശിബ മാം നല്ല ക്ലാസ് ആയിരുന്നു. വെറുതെ അങ്ങ് പറഞ്ഞല്ല കേട്ടോ, ഒരുപാട് ഇൻഫാക്റ്റീവ് സെഷൻസ് ഒക്കെ വന്നത് കൊണ്ടേ പിന്നെ എല്ലാവരും ഒന്ന് ഉണർന്നിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഒരു യാത്ര പോകണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഉണ്ടാവട്ടെ. ഞാൻ ഇന്ന് തന്നെ ഫ്രണ്ട്സിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ പല പല കാരണങ്ങളാൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഉടനെ ആക്കാനുള്ളൊരു മോട്ടിവേഷൻ ആണ് ഇപ്പൊ ഇന്ന് കിട്ടിയത്. ഫ്രണ്ട്സിന്റെ കൂടെ മാത്രല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്കും ചെയ്യും. അല്ല, ഞാൻ എല്ലാവരും പറയണേ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരും ഒന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം. കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ഷീബ മാം, ഞാനുണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വേണ്ട ബീച്ചാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ബീച്ചിൽ പോവാറ്. ഇപ്പൊ മക്കളായിട്ടും പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ വൈകുന്നേരമൊക്കെ പോവാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ കേട്ടോ, എപ്പോഴും ഒന്നല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഒരു മാസം മുമ്പാണ് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഒന്ന് പോവായിരുന്നു ബീച്ചിൽ. എനിക്കൊരാഗ്രഹം ഒറ്റയ്ക്ക് ഒന്ന് ബീച്ചിൽ. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞാൻ ആരടുത്തും പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് പോണ കാര്യം. ഞാൻ എന്നിട്ട് പോയി, സ്കൂട്ടറിൽ പോയി ബീച്ചിൽ. പോയിട്ട് അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടി. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പോകുമ്പോ, കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോണത്. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല ബീച്ചിലേക്കൊന്നും. അങ്ങനെ വരുന്നത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ആ ഒരു യാത്രയിൽ. ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ വന്നിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് സോളോ ട്രിപ്പ് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്. യെസ്, പലരും ചോദിച്ചു നിനക്ക് എന്ത് പറ്റി, നീ എന്ത് ഒറ്റയ്ക്ക്? അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായിട്ട് ഞാനിങ്ങനെ പോയ പോലെ, പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പോയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആ ഒരു ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് പോണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഷീബാമാമിന്റെ ക്ലാസ്. പേടിയില്ല, ആ ഫിയർ ഫാക്ടർ ഒരു സാഹചര്യം കിട്ടാൻ നമ്മൾ എന്തായാലും പോകും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ ഒരു പേടി ആവോ. പിന്നെ അതുപോലെ നമ്മൾ പേടി ഇപ്പൊ എനിക്കതില്ല. ഇപ്പൊ ക്ലാസ്സും കൂടെ കേട്ടോടുകൂടി എന്തായാലും പോണെന്ന് ഞാൻ ഉറപ്പിച്ചേക്കണം. എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി പോയിരിക്കും അല്ലെ. ആ ഒരു ഒറ്റക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭൂതി, ഒറ്റക്ക് ആ ഒരു അനുഭവിച്ചു പോവുക, ആ ഒരു യാത്ര അവിടെയുള്ള ആ ഒരു അനുഭവിക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെ. അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. പോയിട്ട് തന്നെ അറിയണം, ഒറ്റക്ക് പോയിട്ട് തന്നെ അറിയണം. അതുപോലെ തന്നെ ഞങ്ങള് പലപ്പോഴും പോയിട്ട് ഇപ്പൊ ഒരു ഷോപ്പിൽ ഇപ്പൊ ഒരു എവിടെയെങ്കിലും ഒരു ടീ കുടിക്കാനൊക്കെ ഒറ്റയ്ക്ക് പോയാലും മതി. അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് നമ്മൾ. പക്ഷെ മറ്റുള്ളവർ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ നമുക്കതൊരു പ്രത്യേകിച്ചും ലേഡീസിന് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഷോപ്പിൽ പോയി ഇരുന്ന് ടീ ഒക്കെ കുടിച്ച് വരുമ്പോ പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും. ജോലി ഇപ്പൊ ശക്തിദാനം പറയുന്ന പോലെ ജോലിക്ക് വേണ്ടി നമ്മൾ ദൂരൊക്കെ യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത്. നമ്മൾ വെറുതെ പറയാം ആൾക്കാരെന്ത് പറയുന്നത്. നമ്മളിപ്പോ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, പോയാലേ പറ്റുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പോയി ചിലപ്പോൾ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോഫിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അവിടെ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമുക്ക് ആൾക്കാരെ കൂട്ടി ഒന്നിച്ച് ചായ കുടിക്കുക എന്ന് പറഞ്ഞാലും ആളെ കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു ബീച്ചിൽ പോയിട്ട് അവിടെ ഇരിക്കുന്നതും നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പല പ്രാവശ്യം യാത്ര ചെയ്ത സ്ഥലമായിരിക്കാം, റൂട്ടായിരിക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മൾക്ക് കൂടെ, അതായത് നമ്മൾ ഫ്രണ്ട്സ്, നമ്മളെ തന്നെ വൈബുള്ള ആളെ കൂടെ ഒന്നിച്ച് പോകുന്ന സമയത്ത് ആ സ്ഥലത്തിനൊരു ഭംഗി കൂടുതലായിട്ട് തോന്നും. അത് വേറൊരു എക്സ്പീരിയൻസ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അന്നൊന്നും വരുമ്പോ ഈ സ്ഥലത്തിന് ഇത്ര ഭംഗി തോന്നിയിട്ടില്ലെന്ന് പറയാറുണ്ട്. ഇപ്പോഴാണ്
സ്ഥലത്തിനൊരു വേറെ തന്നെ ഒരു ഭംഗി. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തം അങ്ങനെയൊക്കെയുള്ള ട്രാവലൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എനി എക്സ്പീരിയൻസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഷെയർ? മാത്രല്ല ശിവ ഇപ്പൊ പറഞ്ഞ കാര്യം കേട്ടോ, നമ്മുടെ അതേ വൈബുള്ളവരുടെ കൂടെ വേണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ അതേ വൈബിനൊത്ത ആൾക്കാരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ ആ യാത്ര വേസ്റ്റ് ആണ്, അയ്യോ, അതും ഭയങ്കര ബോറിംഗ് അതും ആണ്. ആ ആ. ചില ആ സ്ഥലം നമ്മളിപ്പോ എത്ര എക്സ്പെൻസീവ് ആയിട്ട് നമ്മള് ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, ഒരു അങ്ങനെ വിധത്തിലും എൻജോയ് ചെയ്താൻ പറ്റിയിട്ടില്ല. കൂടെയുള്ള ആൾക്കാരുടെ ആ അതെ, അത് നമ്മളേക്കും പടരുമല്ലോ നെഗറ്റീവ് അതെ, എനർജി. ഒരു അതുപോലെ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരപ്പുറം നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ അത് മൊത്തം കൊളാക്കി തരും. നമ്മൾ അതെ ആ ചെലവാക്കി. പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സ്പീരിയൻസ്. അതെ ഇറ്റ്സ് എ അത് ലെസൺ ടു ലേൺ. നമുക്ക് അതെ. പഠിക്കാനുള്ള കാരണം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് വീണ്ടും പോകേണ്ട അവസരങ്ങൾ ഉണ്ടാവും. നമുക്കത് ഉം, അപ്പൊ എങ്ങനെ ഡീൽ ചെയ്യാം? അതെ അത് യു ഹാവ് ടു പ്രീ പ്ലാൻ അല്ലേ? ഒരുപാട് അയാൾ കൂടെ ഉണ്ടോ അല്ലെ? നമ്മളിപ്പോ ചിലപ്പോ ഓഫീസ് കൊളീഗ്സ് ഒക്കെ പോകുന്ന ട്രിപ്പ് നമുക്ക് അവരെ നിങ്ങൾ വരണ്ടെന്ന് ആരുടെയും പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിൽ ബി പ്ലാനിങ്. അയാൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെ? അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ പോകാറ്. സോ ഉം. എവറിത്തിങ് ഇസ് എൻ എക്സ്പീരിയൻസ്, എവറിത്തിങ് ഇസ് സംതിങ് ടു ലേൺ, സംതിങ് ടു എന്താണ് ലെസൺ. ദർ ബി എ ലെസൺ ടു ലേൺ ഇൻ എവറി ട്രിപ്പ് ദാറ്റ് വി ടേക്ക്. സോ മാത്രല്ല നമുക്ക് ആത്മീയമായിട്ടൊക്കെ ഒരു അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് യാത്ര എന്ന് പറയുമ്പോൾ. നമ്മൾ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ വണ്ടറടിച്ചിരിക്കും. നമ്മള് അന്നേരം നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ അതെ അതെ, സൃഷ്ടാവിന് നമ്മള് കൂടുതൽ ആലോചിക്കുന്ന സമയമാണത്. അതെ, ശരിക്കും നമ്മുടെ ഒത്തിരി ഭംഗിയുള്ള നമ്മള് ചിലപ്പോൾ നമ്മള് വെറും ടിവിയിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഇവിടെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടാൽ പോലും എന്തൊരു ഭംഗിയുള്ള പഠിച്ചാൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ? അതെ അതെ നമുക്ക് പോയി കാണാനല്ലേ? അപ്പം യു ഹാവ് ടു എക്സ്പ്ലോർ. ദാറ്റ്സ് എൻ എക്സ്പ്ലോറേഷൻ. അപ്പൊ സംസാരിച്ച ഒരുപാട് സമയം. അതെ യാത്ര പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ? യാത്രയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ചെയ്തവരാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പം എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പിന്നെന്തായാലും എല്ലാവർക്കും ഒരു പോയ യാത്രകളെ കുറിച്ചും പോകാനിരിക്കുന്ന യാത്രകളെ കുറിച്ചും ഒക്കെ നല്ലൊരു ഉണർന്ന് പ്രവർത്തിക്കട്ടെ. എത്രയും വേഗം എല്ലാവരും നല്ലൊരു യാത്രക്ക് പുറപ്പെടാൻ കഴിയട്ടെ. അപ്പൊ എനിവേ നമുക്ക് നിർത്താം അല്ലേ? സമയം ഒരുപാടായില്ലേ? ഓക്കെ. അപ്പം ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു Thank you, ma'am. ശിവ.